ഹായ് ഫ്രണ്ട്സ്, ഇൻകം ടാക്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത്രയും കാലം പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ടിരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻകത്തിലെ പ്രധാനപ്പെട്ട ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഒരു ഹെഡായിരുന്നു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഒരുവിധം നമ്മളെല്ലാവരും കവർ ചെയ്തു. ഇനി നമ്മൾ പ്രധാനമായിട്ട് വേറൊരു പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം തന്നെ പറയണ, ഇത് ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ അണ്ടറിൽ വരണമെന്നല്ല, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് ഒരു 5-6-7 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ നോട്ട്സ് എഴുതിയെടുക്കുക, കറക്റ്റ് ആയിട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ചാപ്റ്ററിന്റെ പേര്? അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം? നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു 70% ആൾക്കാരും എന്താണ്, കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മുടെ സർവേ പ്രകാരം 70% പേരും കൃഷിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തുണ്ട്, ഒരു ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യേണ്ട, ടാക്സ് പേ ചെയ്യേണ്ട. നമുക്ക് അതിന് ടാക്സ് എക്സംപ്ഷൻ ഉണ്ട്. അധികം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ഫ്രം അഗ്രികൾച്ചർ എന്തെങ്കിലും ഇൻകം കിട്ടുകയാണ്, നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ആവശ്യമില്ല എന്നാണ് ഇൻകം ടാക്സിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ഇനി ഡെഫിനിഷൻ നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം, എങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ പേ ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്? എക്സെപ്റ്റഡ് ആണ്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എക്സെപ്റ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നോക്കുക ഡെഫിനിഷൻ. അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 2(1)(a) ഓഫ് ദി ആക്ട് ഡിഫൈൻ അഗ്രികൾച്ചറൽ ഇൻകം ആസ് ഫോളോസ്. എന്തൊക്കെയാന്ന് നോക്കാം. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ദി ലാൻഡ് that is situated in India and is used for agricultural purpose. എന്തെങ്കിലും റവന്യൂ അല്ലെങ്കിൽ റെന്റോ ഡിറൈവ് ചെയ്യണത് എവിടുന്ന, ഒരു ലാൻഡിൽ നിന്നാണെങ്കിൽ ദെൻ ആ ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യണത്, അതായത് ആ ലാൻഡ് ഉള്ളത് ഇന്ത്യയിലാണെങ്കിൽ ദെൻ ആ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. എന്താണ്? എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം എ ലാൻഡ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെയാണ് പറയുന്നത് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ സച്ച് എ ലാൻഡ്. അതായത് എന്തെങ്കിലും, അതായത് ഇപ്പൊ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അഗ്രികൾച്ചറിൽ നിന്ന് എന്തെങ്കിലും ഇൻകം, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ എനി പർപ്പസ് ഓഫ് ഓർഡിനറി എംപ്ലോയിഡ് ബൈ എ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് ടു മേക്ക് പ്രൊഡ്യൂസ് ഫിറ്റ് ടു ബി ടേക്കൺ ടു മാർക്കറ്റ്. അതായത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ റെന്റിന്റെ ഒരു സ്ഥലം എന്ത് ചെയ്യാണ്, ലാൻഡ് വല്ല കൾട്ടിവേറ്റർക്ക് അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാൻ അവരവിടെ എന്ത് ചെയ്യാണ്, കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മാർക്കറ്റിലേക്ക് ഫിറ്റ്, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, വല്ല റെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും എന്താണെന്നാ പറയണത്, അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് പറയണത്. മൂന്നാമത്തെ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ഫാം ഹൗസ്. ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്. ഇപ്പൊ എന്തെങ്കിലും അഗ്രികൾച്ചർ ആക്ടിവിറ്റിയുടെ തൊട്ടടുത്ത് നമ്മളുണ്ട്. അപ്പോൾ പശുക്കളുടെ ഫാം ഹൗസ്, അങ്ങനെ കുറെ ഫാം ഹൗസുകളൊക്കെ നമ്മൾ കേട്ടില്ല. മിൽമ, അങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്യണ ഇതിലൊക്കെ കുറെ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഫാം ഹൗസ് ഉണ്ടായിരിക്കും. ആ ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ എന്തിനായിട്ട് കണക്ട് ചെയ്യാം, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ദ ലാൻഡ് ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഇറ്റ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അതുപോലെ തന്നെ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് എ ലാൻഡ് ബൈ അഗ്രി, അതായത് ലാൻഡിൽ നിന്ന് എന്താണ്, ആ ലാൻഡിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടാണ്, ആ ലാൻഡ് എന്തിനു ഉപയോഗിക്കുകയാണ്, അഗ്രികൾച്ചറിനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അത് റെന്റിനടം കൊടുത്തിട്ട് ഒരു കൾട്ടിവേറ്റർ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അവർ നമുക്ക് റെന്റ് പേ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതും നമ്മൾ എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതുപോലെ തന്നെ എന്താണ്, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി ഫാം ഹൗസും ഇതിന്റെ അണ്ടറിൽ വരും, അഗ്രികൾച്ചർ. അപ്പൊ ഒരു അഗ്രികൾച്ചറൽ ഇൻകം എന്താ ഡിഫൈൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, ഈ 3 പോയിന്റും ഈ സെക്ഷൻ മറക്കണ്ട 2+1(a) എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. ഒന്നുമില്ല, ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിന്റ് ആക്കി തന്നിരിക്കുന്നു. സിമ്പിൾ ആണ്. റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. എന്താണ്, ലാൻഡിൽ നിന്ന് എന്തെങ്കിലും റെന്റോ അല്ലെങ്കിൽ റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് വെച്ചാൽ എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. പിന്നെ അതുപോലെ തന്നെ
ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുകയാണ്, എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതും എന്തെന്ന് പറയാം, നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ പറയാം. ദെൻ ഇൻകം ഫ്രം മേക്കിംഗ് പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ മാർക്കറ്റ്, നമ്മൾ എന്തെങ്കിലും അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ വിൽക്കുന്നതിനുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എന്തെന്ന് പറയാം, അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. ദെൻ ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, നമ്മൾ ആ പ്രൊഡ്യൂസ് ആണ് നമുക്കത് സെയിൽ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാം. ദെൻ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ്, അതായത് നമ്മുടെ വിത്തുകളൊക്കെ ഇല്ലേ, വിത്തുകൾ അങ്ങനത്തതൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തൊക്കെ ഉണ്ടാവില്ലേ, ദെൻ അത് വിറ്റ് കഴിഞ്ഞാലൊക്കെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകംസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും അഗ്രികൾച്ചറൽ ഇൻകത്തിൽ എഴുതാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇൻകം ഫ്രം ഫാം ഹൗസ്. നമുക്ക് ഫാം ഹൗസ് നേരത്തെ പറഞ്ഞത് തന്നെ അത് തന്നെ ഒന്നുകൂടി പോയിന്റ് ആക്കി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ഇൻകം ഫ്രം ഫാം ഹൗസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അപ്പൊ അതൊന്ന് എല്ലാവരും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കും. നോക്കാം, ഇൻകം ഫ്രം ഫാം ഹൗസ് പവർ പോയിന്റ് എല്ലാം ശരിക്കും നോക്കി അത് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ ഇൻകം ഫ്രം ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞു, നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡ് എടുത്ത് എന്തെങ്കിലും ഒരു ഫാം ഹൗസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കാവുന്നതിനാവാം, ഗോഡൌൺസുകളായിരിക്കാം, അങ്ങനത്തെ കുറെ അങ്ങനെയുള്ള ഹൗസുകളാണ് ഫാം ഹൗസ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാതെ ഇൻകം ഫ്രം ഫാം ഹൗസ് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം ദ ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. അപ്പൊ ഇൻകം ഫ്രം ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം അത് അഗ്രികൾച്ചറൽ ഇൻകം ആകണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ആ കണ്ടീഷനുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ, നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ദ ബിൽഡിംഗ് ഈസ് ഓൺ ആൻഡ് ഒക്യുപ്പൈഡ് ബൈ ദ കൾട്ടിവേറ്റർ ഓർ റിസീവ് ഓഫ് ദി റെന്റ് ഓർ റവന്യൂ ഓഫ് എനി സച്ച് ലാൻഡ്. സത്യം പറഞ്ഞാല് ആ ഫാം ഹൗസ് ആരുടെ സ്വന്തമായിരിക്കണം, ഒരാളുടെ ആ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുടെ സ്വന്തമായിട്ടുള്ള ഫാം ഹൗസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഫാം ഹൗസിന്റെ ബിൽഡിംഗ് ആരായിരിക്കണം, ചെയ്യുന്ന ആളുടെ സ്വന്തമായി ഓൺഡ് അല്ലെങ്കിൽ ഒക്യുപ്പൈ, അയാൾ താമസിക്കുന്നതാവാം അല്ലെങ്കിൽ അയാളുടെ സ്വന്തമായിട്ടുള്ളത് ആവണം എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ റെന്റിന് കൊടുത്തിട്ട് റെന്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല എന്നാണ് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓർ in the immediate vicinity of the agricultural land. ഒന്നുമില്ല, നമ്മൾ ആ ഫാം ഹൗസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിനോട് തൊട്ടടുത്തായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സ്ഥിതി ചെയ്യേണ്ടത് എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, അവരുടെ സ്വന്തമായിരിക്കണം, ദെൻ നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിന്റെ തൊട്ടടുത്തായിരിക്കണം അത് സ്ഥിതി ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദ ബിൽഡിംഗ് ഈസ് ദ റീസൺ ഓഫ് കണക്ഷൻ വിത്ത് ദ ലാൻഡ് യൂസ്ഡ് ഫോർ ഡ്വെല്ലിംഗ് ഹൗസസ് ആൻഡ് സ്റ്റോർ ഹൗസസ് ആൻഡ് ഔട്ട് ഹൗസസ് കൾട്ടിവേറ്റർ റിസീവ് ഓഫ് റെന്റ് ഇൻ കൈൻഡ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാള് ഓണർ അത് റെന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ ഫാം ഹൗസ് കിട്ടുന്ന ആ റെന്റ് കിട്ടുകയാണെങ്കിൽ അതും അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നാലാമത്തെ നോക്കുക, ദ ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ അർബൻ ഏരിയ ആൻഡ് ഈസ് ഐദർ അസസ്ഡ് ടു ലാൻഡ് റവന്യൂ ഇൻ ഇന്ത്യ, is subject to local tax assessed and collected by the officers of the government. നമുക്കറിയാം അർബൺ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ ലാൻഡ് സ്ഥിതി ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം ഈ ഫാം ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ഹൗസ്, അതൊരു ഹൗസ്, ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു വീട് പോലത്തേതാണല്ലോ. നമ്മളെല്ലാവരും നമ്മുടെ വീടും നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ലേ ഗവൺമെന്റിന്, അതുപോലെ ആ ഫാം ഹൗസിന് ചിലപ്പോൾ ആരും ഉണ്ടാവും ടാക്സ് ചിലപ്പോൾ പേ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ, ആള് ചിലപ്പോൾ ആ ഫാം ഹൗസിന് ടാക്സ് പേ ചെയ്യുന്നുണ്ടായി. അപ്പൊ ആ താഴത്ത് പറയാണ്, ഇഫ് ദ ലാൻഡ് റവന്യൂ ഓർ ലോക്കൽ ടാക്സ് ഈസ് നോട്ട് പേയബിൾ ഓൺ സച്ച് ലാൻഡ്. അതായത് താഴെ പറയുന്ന മൂന്ന് കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ലോക്കൽ അതോറിറ്റിക്ക് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതെന്നാണ് പറയണത്. സോ അപ്പൊ ആ മൂന്ന് കണ്ടീഷൻ എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യും. Okay, the first one is the land is situated in the non-urban area. അപ്പോൾ നോൺ അർബൻ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ലോക്കൽ അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് ഇല്ല. ഫാം ഹൗസിന്റെ നോൺ അർബൻ ഏരിയയിലാണ് ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലോക്കൽ അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടില്ല. ഇത് രണ്ടാമത്തെ, ദ ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ മുനിസിപ്പാലിറ്റി ഓർ കണ്ടെയ്ൻമെന്റ് ബോർഡ് ജൂറിഡിക്ഷൻ ആസ് എ പോപ്പുലേഷൻ ഓഫ് ലെസ് ദാൻ 10,000. അതായത് മുനിസിപ്പാലിറ്റിയോട് അടുത്ത് സിറ്റുവേറ്റഡ് വിത്തിൻ ദി ഒരു മുനിസിപ്പാലിറ്റി ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്, പക്ഷെ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10,000-നേക്കാളും ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ട, പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് മുനിസിപ്പാലിറ്റി ഉള്ളിലാണ് ലാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റി ജൂറിഡിക്ഷന്റെ ഉള്ളിലാണ്. ഇപ്പൊ ഇരിങ്ങാലക്കുട ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന്റെ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10,000 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ടാക്സ് പേ ചെയ്യണ്ട.
Then മൂന്നാമത്തെ, the farm building is not situated within the area specified below, the income derived from such building shall be agricultural income. അപ്പോ താഴത്ത് ഇനി പറയണ മൂന്നാമത്തെ പോയിന്റ് പറയാണ്, ഒരു 3 കണ്ടീഷൻ താഴത്ത് പറയുന്നുണ്ട്. ആ താഴത്ത് പറയുന്ന കണ്ടീഷനുകളിൽ അല്ല നമ്മുടെ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഗ്രികൾച്ചറൽ ഇൻകം പേ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്താണ്, ദ ഫാം ബിൽഡിംഗ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഏരിയാസ് നമ്മളിപ്പോ സ്പെസിഫൈ ചെയ്യും. നമ്മളിപ്പോ പറയാൻ പോകുന്ന 3 ഏരിയയിൽ അല്ല സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ബിൽഡിംഗ് ഷാൽ ബി അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ ഇനി പറയാൻ പോകുന്ന 3 കണ്ടീഷനുകളുടെ ഉള്ളിൽ അല്ല നമ്മുടെ എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അല്ല, ആ പറയാൻ പോകുന്ന 3 കണ്ടീഷനുള്ളിൽ അല്ല നമ്മുടെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം, ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത്, കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഇതാണ് ദ ഫാം ഹൗസ് ബിൽഡിംഗ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദി ഏരിയ സ്പെസിഫൈഡ് ബിലോ, അതായത് ഈ പറയാൻ പോകുന്നതിന്റെ ഉള്ളിലല്ല ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ദ ലാൻഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എനി ഏരിയ വിത്തിൻ ദി ഡിസ്റ്റൻസ് ഓർ മെഷർഡ് ഏരിയ. നമുക്ക് ആ 3 പോയിന്റുകൾ നോക്കാം. Not being more than 2 kilometers from the local limits and which has a population more than 10,000 but not exceeding 1 lakh. അതായത് നമ്മുടെ ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് 2 കിലോമീറ്റർ ഫ്രം ദി ലോക്കൽ ലിമിറ്റ്സ് വിച്ച് ഇസ് എ പോപ്പുലേഷൻ. ഓക്കെ, അതായത് ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി അങ്ങനത്തെ ഇതുണ്ടല്ലോ. അപ്പോൾ 2 കിലോമീറ്റർ ഫ്രം ദി ലോക്കൽ ലിമിറ്റ്, നമ്മുടെ മുനിസിപ്പാലിറ്റി അവിടുന്ന് 2 കിലോമീറ്റർ വിട്ടിട്ടോ ഇതിന്റെ ഉള്ളിലോ, ദെൻ അവിടുത്തെ പോപ്പുലേഷൻ മോർ ദാൻ 10,000ഉം അതുപോലെ തന്നെ 1 ലാഖിനായിട്ടും കൂടാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ 2 ലോക്കൽ, അതായത് മുനിസിപ്പാലിറ്റി അവിടെ നിന്ന് 2 കിലോമീറ്ററിന്റെ ഉള്ളിലോ അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണെന്ന് പറയുന്നത്, പോപ്പുലേഷൻ മോർ ദാൻ 10,000 ബട്ട് നോട്ട് എക്സീഡിങ് 1 lakh. 10,000 കൂടുതലാണോ 1 lakhന്റെ ഇടയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഇൻകം ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കില്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പറയണത് എന്താണ്, ദ നോട്ട് ബീങ് മോർ ദാൻ 6 കിലോമീറ്റർ, 6 കിലോമീറ്റർ കൂടാൻ പാടില്ല. ദെൻ പോപ്പുലേഷൻ മോർ ദാൻ 1 lakh ബട്ട് നോട്ട് എക്സീഡിങ് 10 lakh. എന്താണ്, 6 കിലോമീറ്റർ ആയിട്ടും കൂടാൻ പാടില്ല. ദെൻ അതുപോലെ തന്നെ എന്താണ്, 60 കിലോമീറ്ററിനെക്കാട്ടി മോർ ദാൻ 6 കിലോമീറ്റർ ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കണം, പോപ്പുലേഷൻ 1 lakh ബട്ട് നോട്ട് എക്സീഡിങ് 10 lakh എന്നായിരിക്കണം. Then next point പറയണത്, not being more than 8 kilometer from the local limits and which has a population more than 10 lakh. 8 kilometer ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, more than 10 lakh population ആയിരിക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഫാം ബിൽഡിംഗ് ഇസ് നോട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദി ഏരിയ. അപ്പൊ ഈ 3 കണ്ടീഷന്റെ ഉള്ളിൽ അല്ല, വിത്തിൻ ദി നോട്ട് സിറ്റുവേറ്റഡ്, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഫാം ഹൗസ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദി ഏരിയ സ്പെസിഫൈഡ് ബിലോ ദ ഇൻകം. അവിടെ അല്ല എന്നുണ്ടെങ്കിൽ ദ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദി ബിൽഡിംഗ് ഷാൽ ബി അഗ്രികൾച്ചറൽ ഇൻകം. ഈ ഏരിയയുടെ ഉള്ളിലല്ല എന്നുണ്ടെങ്കിൽ ആ ലാൻഡിൽ, ആ ഫാം ഹൗസിൽ ഉണ്ടായിരിക്കുന്ന ഇൻകം എന്താണ് പറയുന്നത്, അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടൊക്കെ ഓരോരോ പോയിന്റുകളും കറക്റ്റ് വായിച്ച് നോക്കുക, വായിച്ച് നോക്കിയിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കുക, ഇത് കറക്റ്റ് ആയിട്ട് അത് പഠിക്കുക, ഇത് നോട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അങ്ങനെ സാധാരണ തിയറി ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡൗട്ട്സുകൾ എന്തെങ്കിലും വെച്ചാൽ കറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുക. കൺഫ്യൂഷൻ വരരുത്, കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. കൺഫ്യൂഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാം. താങ്ക് യു.